നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാപ്പ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോഗ്രഫി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ GS 1, 2, 3 ഒക്കെ ആൻസർ എഴുതുമ്പോൾ മാപ്പ് കൂടി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുമ്പോൾ പലപ്പോഴും അത് നമുക്ക് കിട്ടുന്ന മാർക്കിൽ അത് വ്യത്യാസം വരുത്തും. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് മാപ്പ് എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സിവിൽ സർവീസിൻ്റെ പ്രിലിംസിനും അത് തന്നെ, മെയിൻസിനും അത് തന്നെ, അതുപോലെ തന്നെ SSC എക്സാം എഴുതുന്നവർക്കും PSC എക്സാം എഴുതുന്നവർക്കും മറ്റ് എക്സാം RBIയുടെയോ അല്ലെങ്കിൽ RRBയുടെയോ ഒക്കെ എക്സാം എഴുതുന്നവർക്കെല്ലാം ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം. എങ്ങനെയാണ് മാപ്പ് സ്റ്റഡി ചെയ്യേണ്ടത്? രണ്ട് തരത്തിലുള്ള മാപ്പുകളാണ് സാധാരണ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. ഓക്സ്ഫോർഡ്, അങ്ങനെ അല്ലെങ്കിൽ ഓറിയൻ്റ്, ബ്ലാക്ക് സ്വാൺ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മാപ്പ് വാങ്ങിച്ച് പഠനം നടത്തണമെന്ന് എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യം, മാപ്പൊക്കെ വാങ്ങിച്ചു, പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു വീഡിയോ ചെയ്യാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അതിനെപ്പറ്റി ആഡ് ചെയ്യുക. ഞങ്ങളെ ഏതെങ്കിലും സാഹചര്യത്തിൽ കോൺടാക്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ കോൺടാക്ട് us ഓൺ ദിസ് നമ്പർ 8330018881. അതുപോലെ തന്നെ വാട്സാപ്പിലും ടെലഗ്രാമിലും സിഗ്നലിലും ഒക്കെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈവൻ ബോട്ടിം അതിലുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് UPSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് indiamagistry.com നോക്കുക. ടെസ്റ്റ് സീരീസിന് ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ടെസ്റ്റ് സീരീസിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. ഇനി 5.5 മാസമാണ് പ്രിലിംസിനുള്ള സമയം എന്ന് പറയുന്നത്. സോ ബെറ്റർ യു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് 55 ടെസ്റ്റുകളാണ് പ്രിലിംസിനും CSATനും സെക്കൻഡ് പേപ്പറിനും കൂടി ചേർന്ന് ചെയ്യുന്നത്. അതിൽ തന്നെ 20 കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ്, സിവിൽ സർവീസിൻ്റെ NCERT ഭാഗം മാത്രം 10 ടെസ്റ്റ്, കംപ്ലീറ്റ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് 13 ടെസ്റ്റ്, 7 കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ്, അങ്ങനെ ചേർന്ന GSTൻ്റെ പാർട്ടിന് മാത്രം 50 ടെസ്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ ടെസ്റ്റ് കൊടുക്കുന്ന വേറെ ടെസ്റ്റ് സീരീസുകൾ കുറവാണ്. യു ജസ്റ്റ് കമ്പയർ നമ്പർ ഓഫ് ടെസ്റ്റ്. ഓക്കെ, നമ്പർ ഓഫ് ടെസ്റ്റ് കൂടുന്തോറും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ആക്യുറസിയും ഇമ്പ്രൂവ് ആയി വരും. കാര്യം അത്രയും ടോപ്പിക്കുകൾ അതിൽ കവർ ആകുന്നത് കൊണ്ടാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് കൂടുതൽ ഡീറ്റെയിലോട്ട് പോകണ്ട. നമുക്കിന്ന് മാപ്പ് സ്റ്റഡിയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ അതുപോലെ FBയിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യു ക്യാൻ ഫോളോ us ഓൺ ഇന്ത്യ മജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാപ്പിൻ്റെ സൈഡിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് അതിലുണ്ട്. ഫിസിക്കൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, വേൾഡ് മാപ്പ്, സ്റ്റേറ്റ് വൈസ്, മേ ബി സിറ്റി വൈസ്. അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടങ്ങാം. അതായത് ഇന്ത്യയുടെ ഒരു സ്ഥാനം മനസ്സിലാക്കുക. ഇപ്പോൾ NCERT ബുക്കുകൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും, വേൾഡിനെ 2 ഹെമിസ്ഫിയറുകളായിട്ട് തിരിക്കാം. ഇവിടെ ഭൂമധ്യരേഖ, നോർത്തിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തിലുള്ളതെന്ന് വെച്ചാൽ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യയുടെ ഒരു പൊസിഷൻ ഉള്ളത്. നമുക്ക് നൈബേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പഠനം തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നൈബേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് സൈഡിൽ പാകിസ്ഥാൻ, ദെൻ നോർത്ത് സൈഡിൽ ചൈന ഉണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അങ്ങനെ തുടങ്ങിയ നമ്മുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ. POK അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അഫ്ഗാൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബോർഡർ ഷെയറിങ് നൈബറായിട്ട് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇന്ത്യൻ ഓഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മാൽഡീവ്സ് ആയാലും, അതുപോലെ ശ്രീലങ്ക, പിന്നെ കുറച്ച് താഴെ സൈച്ചില്ലീസ്, ഇതെല്ലാം മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ 2 ദ്വീപ സമൂഹങ്ങൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകളും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള ലൈൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൈന അല്ലെങ്കിൽ ബംഗ്ലാദേശ്, ഈ ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദ്യങ്ങൾ വരാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്പേഴ്സ് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകളുള്ളത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഏതെങ്കിലും
പെർട്ടിക്കുലറായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ഒരു ന്യൂസിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതകൾ അതൊക്കെ പോയി ഒന്ന് നോക്കി പഠിക്കാം. പിന്നെ ഇൻ്റർനാഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാനൽസ്, അതിലിവിടെ 10 ഡിഗ്രി ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 9 ഡിഗ്രി ചാനൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാപ്പിൽ അടയാളപ്പെടുത്തി കൃത്യമായിട്ട് സ്ഥലം മനസ്സിലാക്കി ഒക്കെ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലൈൻസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ലൈൻസ് എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന 2 രേഖകൾ എന്ന് പറയുന്നത് ഇവിടെ 83.5 എന്ന് പറയുന്ന നമ്മുടെ IST പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡും, അതുപോലെ ലാറ്റിറ്റ്യൂഡിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാപ്രിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞ് ഈ ഭാഗത്തുകൂടി പാസ് ചെയ്യുന്ന 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് കംസ് ടോപ്പിക് ഓഫ് ക്യാൻസർ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈൻ കാണാനായിട്ട് സാധിക്കും 83.5 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ IST ലൈനാണ്. ഓക്കെ, അതുപോലെ മാപ്പ് എടുത്ത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാപ്പ് അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് UT അതിൻ്റെ ഡിവിഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇത് കുറച്ച് പഴയ മാപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സോ ഇത് ആന്ധ്രാപ്രദേശിലും അഗെയിൻ തെലങ്കാന ഡിവിഷനുണ്ട്. അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ മാപ്പിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ ആ ഒരു ഡിവിഷൻ വരച്ച് ചേർക്കുക. ഗവൺമെൻറ് സോഴ്സിൽ നിന്ന് മാത്രം നോക്കിയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻസ് ദെൻ സ്റ്റേറ്റുകളെല്ലാം സെപ്പറേറ്റ് നോക്കുക. സ്റ്റേറ്റുകൾ സെപ്പറേറ്റ് നോക്കുമ്പോൾ സ്റ്റേറ്റുകളുടെ ഒരു സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാജസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റുകൾ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒഡീഷയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയെപ്പറ്റി നല്ല രീതിയിൽ അറിയണം. ഇന്ത്യ കൃത്യമായിട്ട് എന്താണെന്ന് അറിയണം. ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു ചോദ്യം, ഇതൊക്കെ വളരെ ജനറൽ അവയർനെസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റ്, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പോൾ കാസർഗോഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ ആൻസർ ചെയ്യും. അതുപോലെ മേ ബി ഗുവാഹത്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായിട്ട് പോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനടുത്തുള്ള പ്ലേസ് പറയാനോ സാധിക്കണം. റീസെൻറ്റ് ന്യൂസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിപ്പോൾ എന്ത് സംഭവമായിക്കോട്ടെ, ഒരു സിറ്റിയോ ഒരു പ്ലേസോ ഒക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തതയോടുകൂടി ഒന്ന് പഠിക്കണം. കാര്യം നമുക്ക് മെയിൻസിൽ ആൻസർ എഴുതുമ്പോഴും നമുക്കൊരു ഒരു ഹാൻഡ് ഡ്രോയിങ് പിക്ചർ, ഒരു പൊളിറ്റിക്കൽ മാപ്പ് വരച്ചുകൊണ്ട് അതിനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ന്യൂസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ഏതൊക്കെയാണ്, വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ, അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ തരംതിരിച്ച്, അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ തരംതിരിച്ച് തന്നെ പെട്ടെന്ന് ഇപ്പോൾ സിലിഗുരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. കുറച്ച് നാൾ മുമ്പ് അത് വളരെയധികം ന്യൂസിലുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ കംസ് റിവേഴ്സ്, ലേക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് പ്ലസ് ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ബേസിക്കായിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, മൗണ്ടെയ്ൻസ് കാണും, അതുപോലെ റിവേഴ്സ്, ലേക്സ്, മൗണ്ടൻ പാസ്, പിന്നെ അതുപോലെ പീഠഭൂമികൾ, സമതലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഫിസിക്കൽ വരുന്നത്. പൊളിറ്റിക്കൽ എന്ന് പറയുന്നതും നമ്മുടെ വേർഡ് പോലെ തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേസ്, അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്തിരിക്കും. അതുപോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽസ് മാർക്ക് ചെയ്തിരിക്കും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളും മാർക്ക് ചെയ്തിരിക്കും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. സോ അത് മനസ്സിലാക്കുക. ദെൻ റിവേഴ്സ് ഇൻ പർട്ടിക്കുലർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റിവേഴ്സിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. റിവേഴ്സിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് റിവേഴ്സിൻ്റെ ഒറിജിൻ മനസ്സിലാക്കുക, സോഴ്സ്, ദെൻ ട്രിബ്യൂട്ടറീസ് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡാം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് കടന്നു പോകുന്ന സിറ്റീസ്, അതുപോലെ സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഒരു റിവർ തന്നിട്ട് ഏതൊക്കെയാണ് ഇത് കടന്നു പോകുന്ന സ്റ്റേറ്റുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കണം.
നമുക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ വേണേ ടീസ്റ്റാർ റിവർ പ്രൊജക്റ്റിനെ പറ്റി മുമ്പ് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു റിവറിൻ്റെ റൈറ്റ് ബാങ്ക്, അതുപോലെ ലെഫ്റ്റ് ബാങ്ക്, ട്രിബ്യൂട്ടറീസ്. അപ്പോൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും, അതായത് ഒറിജിനിൽ നിന്ന് ഒഴുകി പോകുമ്പോൾ വലത് ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയും ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും. അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ഇവിടെ യമുനോത്രി ആയാലും ഗംഗയൊക്കെ ആയാലും ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലെഫ്റ്റ് ട്രിബ്യൂട്ടറി ആൻഡ് റൈറ്റ് ട്രിബ്യൂട്ടറി, ഇതൊക്കെ ചോദ്യങ്ങളിൽ വരാം. ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് അതിനെ അടുക്കി എഴുതാനോ അല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത് അതൊന്ന് ക്രമീകരിക്കാനോ ഒക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാം. നമുക്കതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്കുകളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ലേക്ക് എന്ന് പറയുമ്പോൾ വുളാർ ലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജമ്മു ആൻഡ് കാശ്മീരിലുള്ളതാണ്. ചിലതിന് ചില യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് സ്റ്റേറ്റിലാണ് ആ ഒരു പെർട്ടിക്കുലർ മാപ്പുള്ളൂ, അല്ലെങ്കിൽ റാംസാർ സൈറ്റിൽ ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വെറ്റ്ലാൻഡോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ദെൻ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഇത് നമ്മുടെ ബ്രഹ്മപുത്ര റിവർ, ഓക്കെ, ഇത് പാസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഹൈലൈറ്റഡ് മാപ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മാപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റായിട്ട് അതിൻ്റെ ഹൈലൈറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, ദെൻ കംസ് മൗണ്ടെയ്ൻസ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിൽ തിരിച്ച് തന്നെ പഠിക്കണം. ഹിമാലയൻ ഭാഗത്തുള്ള ഏതൊക്കെയാണ്, പെനിൻസുലർ പ്ലാറ്റ്യൂലുള്ള ഏതൊക്കെയാണ്, അതുപോലെ ഏതൊക്കെയാണ് അപ്കമിങ് ന്യൂസിൽ വന്നിട്ടുള്ളത്. അതുപോലെ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗത്ത് വരുന്ന റിവേഴ്സ് നോക്കണം, മൗണ്ടെയ്ൻസ് നോക്കണം, ഈസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗത്ത് വരണം നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് നീൽഗിരീസ് എവിടെയാണ്, അല്ലെങ്കിൽ ഷെവറോ ഹിൽസ് എവിടെയാണ്, കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കി ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലേഷ്യേഴ്സ് നോക്കുക, മൗണ്ടൻ പാസുകൾ നോക്കി വയ്ക്കുക, ഇവിടേക്കുള്ള നാഷണൽ പാർക്കുകൾ, അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഫ്ലോറ ആൻഡ് ഫൗനയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം. അത് ഏത് സ്റ്റേറ്റ്സൊക്കെയാണ് അത് ഷെയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇതിനൊക്കെ പറ്റി ഒരു കമ്പാരറ്റീവ് അപ്രോച്ച് തന്നെ നടത്തി പഠനം നടത്തുക. പിന്നെ നാച്ചുറൽ വെജിറ്റേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഭാഗത്തുള്ള ഒരു ടെമ്പറേറ്റ് സോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സോൺ ആണെങ്കിൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ചെടികളുണ്ട്, അല്ലെങ്കിൽ ഫ്ലോറ ഉണ്ട്, അല്ലെങ്കിൽ ഫൗനയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലൈമറ്റ്, ഓരോ ഭാഗത്തെയും ക്ലൈമറ്റ്, ഇപ്പോൾ ഗുജറാത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക. അവിടെയുള്ള നോർമലായിട്ട് വളരുന്ന വെജിറ്റേഷൻസ് ഏതൊക്കെയാണ് നോക്കി വയ്ക്കുക. അതുപോലെ NCERT ബുക്കുകളിൽ കാണുന്ന ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾ ഈ ഒരു മാപ്പിൽ നോക്കി അടയാളപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ കോട്ടൺ കൾട്ടിവേറ്റഡ് പ്ലേസസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം, അല്ലെങ്കിൽ മിനറൽസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റൽസോ നോൺ മെറ്റൽസോ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നാഷണൽ പാർക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. നാഷണൽ പാർക്കിൻ്റെ ഭാഗത്തുകൂടി പോകുന്ന റിവേഴ്സ്, അതിനടുത്തുള്ള ഏതെങ്കിലും ബയോഡൈവേഴ്സിറ്റീസ്, നാഷണൽ പാർക്കുകൾ, ഓക്കെ, ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യുക. ടൈഗർ റിസർവുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികളെല്ലാം പ്രത്യേകം എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നാഷണൽ പാർക്കിനെ പറ്റി ഒരു ഇൻഫോർമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണെന്നും ആ സ്റ്റേറ്റിലുള്ള മറ്റുള്ള നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്നും അവിടെ സംരക്ഷിക്കപ്പെടുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതാണെന്നും അല്ലാണ്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്ന ജീവികൾ, ഫ്ലോറ ആൻഡ് ഫൗന ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതൊന്ന് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ചോദ്യം വരെ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇമ്പോർട്ടൻ്റ് പ്ലേസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ട്, പ്ലാറ്റ്യൂസ്, പിന്നെ വെറ്റ്ലാൻഡ്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മിനറൽ റിസോഴ്സ് ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഒക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് പ്രൈം ഓഫീസിൽ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. ദെൻ കംസ് നമുക്ക് വേൾഡ് മാപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കോണ്ടിനെൻ്റായിട്ട് എടുത്ത് പഠിക്കുക. ഓരോ കോണ്ടിനെൻ്റായിട്ട് എടുത്ത് പഠിക്കാൻ ഏറ്റവും നല്ലത് ലാൻഡ് ആൻഡ് പീപ്പിൾ എന്ന് പറയുന്ന 6, 7, 8 ക്ലാസ്സുകളിലെ പഴയ NCERT ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, ഏഷ്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതത് സമയങ്ങളിലെ മാപ്പിൽ നോക്കി പഠിക്കുക. അതുപോലെ ഈ ആദ്യം ലൈൻസിൽ നിന്ന് തുടങ്ങുക. അത് ഭൂമധ്യരേഖയിൽ കടന്നു പോകുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ ആർട്ടിക് സർക്കിൾ, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ക്യാൻസർ, ഇതൊക്കെ കടന്നു പോകുന്ന രാജ്യങ്ങളെ പറ്റി ഒരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. പ്രൈം മെറിഡിയൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻ്റർനാഷണൽ ഡെഡ് ലൈൻ
എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഭാഗങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. ദെൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മൗണ്ടെയ്ൻസ്, ഇപ്പം ഉറാൾ മൗണ്ടെയ്ൻസ്, അപ്പോൾ അത് റഷ്യയെ യുറേഷ്യ എന്നും അല്ലാണ്ടും അങ്ങനെ തരംതിരിക്കുന്നു. അവിടെ കൂടെ ഒഴുകുന്ന നദികൾ ഏതെങ്കിലും തരത്തിൽ NCERT-യിലോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ന്യൂസ് പേപ്പറുകളിലോ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചോദ്യത്തിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക. മാത്രമല്ല എക്കണോമിക് ആംഗിളിൽ പറയുന്ന സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഓർഗനൈസേഷനെ പറ്റി പറയുന്നു, ഇപ്പോൾ സാർക്കിൻ്റെ ആസ്ഥാനത്തെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ആസ്ഥാനത്തെ പറ്റി പറയുന്നു. ആ രാജ്യത്ത് ഒന്ന് പോയി നോക്കുക, അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ സിറിയയിലൊരു സംഘർഷം നടക്കുന്നു, ഇപ്പോൾ സിറിയയിൽ പോവുക, അതിൻ്റെ ക്യാപിറ്റൽ എന്താണ്, അവിടെ ഇമ്പോർട്ടൻ്റ് വേറെ സിറ്റീസ് എന്താണ്, ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ ഏതാണ്, ഓക്കെ, കൾച്ചറൽ സിറ്റീസ് ഏതാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒപ്പം തന്നെ അതിനോട് ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളെ പറ്റി മനസ്സിലാക്കുക. മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം മെഡിറ്ററേനിയൻ സീയുമായിട്ട് എന്തെങ്കിലും കണക്ഷനുണ്ടോ, അല്ലെങ്കിൽ അതിലോട്ടുള്ള ആക്സസ് എങ്ങനെയാണ്, ഈജിപ്തിൻ്റെ പൊസിഷൻ എന്താണ്. ഇപ്പോൾ ജിയോ സ്ട്രാറ്റജിക്കൽ പൊസിഷൻ വരുന്നത് പ്രത്യേകിച്ച് തന്നെ നിങ്ങൾ നോക്കി പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബോർഡർ ഷെയറിങ് കൺട്രീസ്. മിക്കവാറും ഒക്കെ ട്രിക്കി ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സാധാരണ തോന്നും UPSC ഔട്ട് ഓഫ് സിലബസ് എന്നോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെ തോന്നും. എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസ് വാല്യൂ ഉള്ള ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ എടുത്ത് നോക്കി പഠിക്കുക തന്നെ വേണം. നമുക്കെല്ലാം പഠിക്കണ്ട. 198 രാജ്യങ്ങളെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷേ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ന്യൂസിൽ വരുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിരിക്കുക തന്നെ വേണം. കാര്യം നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിൽ തന്നെ പറയുന്നുണ്ട്, കറണ്ട് ഇവൻറ്റ്സും ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ ചോദിക്കുമെന്ന്. അപ്പോൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ ബേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രെയിറ്റുകൾ, ഓക്കെ, ഇപ്പോൾ ബെറിങ് സ്ട്രെയിറ്റ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇന്തോനേഷ്യ ഭാഗത്തോട് പോയി കഴിഞ്ഞാൽ ഏതാണ് അവിടെ ഒരു സ്ട്രെയിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ജിബ്രാൾട്ടർ എവിടെയാണ് ആ ഒരു കടലിടുക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഭൂഖണ്ഡങ്ങൾ അത് വേർതിരിക്കുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. സോ ഈ തരത്തിലാണ് മാപ്പ് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ മാപ്പ് സ്റ്റഡിക്ക് പ്രത്യേക സമയം കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ ലെഷർ ടൈമിലോ ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്ന സമയത്തോ ഒക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതുപോലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് മാപ്പ് നോക്കാൻ വെറുതെ നോക്കി സമയം കളയേണ്ട, ഒരു 10 മിനിറ്റ് നോക്കി അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയും അതുപോലെ തന്നെ ഒരു ബെയർ ഹാൻഡായിട്ടൊരു മാപ്പ് വരയ്ക്കുകയും അതൊക്കെ അതിലൊന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെഗ്മെൻറ്റായിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയും ഉറപ്പായിട്ടും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തും നമുക്ക് പാലിയോലിത്തിക് സൈറ്റുകളെ പറ്റി പഠിക്കുമ്പോൾ അതിനെ ഒന്ന് മാപ്പ് ചെയ്ത് വയ്ക്കാം. അത് ഇപ്പോൾ പ്രസൻറ്റ് ഏത് സംസ്ഥാനത്താണ് ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് ഉള്ളത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി വയ്ക്കാം. അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ജോഗ്രഫിയുടെ സൈഡിലും എക്കണോമിക്സിൻ്റെ സൈഡിലും ഒക്കെ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക, ആൻഡ് ഇൻ്റർനാഷണൽ അഫേഴ്സിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇത്രയാണ് മാപ്പ് സ്റ്റഡിയുടെ കാര്യത്ത് ഒരു തുടക്കക്കാരൻ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് അനുസരിച്ച് നിങ്ങളൊരു നല്ല ഒരു സ്ട്രാറ്റജി, അതായത് മാപ്പ് സ്റ്റഡി പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും, അത് പഠിച്ചു മുന്നേറുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിലോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ indiamagister.com ശ്രദ്ധിക്കുക. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ്, മെസ്സേജിങ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് 8330018881. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.